നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് എൻവയറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഒക്യുപ്പേഷൻ അതായത് തൊഴിൽ, സേഫ്റ്റി സുരക്ഷിതത്വം, തൊഴിൽ രംഗത്തുള്ള സുരക്ഷിതത്വം, അതാണ് ഒക്യുപ്പേഷണൽ സേഫ്റ്റി. ഇതിന് പൊതുവെ OSH എന്നാണ് പറയുന്നത്. OSH, ദ ഫുൾ ഫോം ഓഫ് OSH ഈസ്, ചിലപ്പോഴൊക്കെ ചോദ്യം വരാറുണ്ട്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. കമ്പ്യൂട്ടർ ലിറ്ററസി, ഇംഗ്ലീഷ് ലിറ്ററസി, ഓൺട്രപ്രണർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇത്രയും ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഒക്യുപ്പേഷണൽ സേഫ്റ്റിയിലേക്ക് നമ്മൾ വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി, ഒന്നുകിൽ അത് സാലറീഡ് എംപ്ലോയ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓൺട്രപ്രണർഷിപ്പ് ആകാം. ഇതിലേതെങ്കിലും തരത്തിലൊരു ജോലിയിൽ എത്തിക്കഴിയുമ്പോഴാണ് സേഫ്റ്റിയുടെ പ്രസക്തി ഉണ്ടാകുന്നത്. സേഫ്റ്റി എന്ന വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സേഫ്റ്റി മീൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ആക്സിഡൻറ്റ്, ഡേഞ്ചർ, റിസ്ക്, ഹസാർഡ് ഓർ ഡാമേജ്. ഇതാണ് സേഫ്റ്റി എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ. പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം. ഹസാർഡ്, ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയ്ക്കാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ചാൻസ് ഫോർ മേക്കിംഗ് ആക്സിഡൻറ്റ്, അതിന് അപായം എന്ന് പറയും മലയാളത്തിൽ. പല ടൈപ്സ് ഹസാർഡ് ഉണ്ട്. ഫിസിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ഇത് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, PPE കിറ്റുകൾ. ഈ കൊറോണയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് PPE കിറ്റുകളെ പറ്റി. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ അപകടം, അല്ലേ? ഇറ്റ് ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് സഡൻ ഇൻസിഡൻറ്റ് ദാറ്റ് ക്യാൻ കോസ് ഡാമേജ് ടു എ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. ഇതാണ് ആക്സിഡൻറ്റിൻ്റെ ഡെഫിനിഷൻ. ആൻ അൺഎക്സ്പെക്റ്റഡ്, പെട്ടെന്നുണ്ടാകുന്നതാണ്, പ്രതീക്ഷിക്കാതെ. സഡൻ, ആൻ അൺഎക്സ്പെക്റ്റഡ് സഡൻ ഇൻസിഡൻറ്റ് ദാറ്റ് ക്യാൻ കോസ് ഡാമേജ്, അപകടമുണ്ടാക്കാം, നാശനഷ്ടമുണ്ടാക്കാം, ടു എ പേഴ്സൺ ഓർ എ പ്രോപ്പർട്ടി. അപകടം ഉണ്ടാകുമ്പോൾ എപ്പോഴും വ്യക്തികൾക്ക് പരിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ പ്രോപ്പർട്ടിക്കാകാൻ ഡാമേജ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വണ്ടി അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡ്രൈവർക്കോ യാത്രക്കാർക്കോ പരിക്ക് പറ്റണമെന്നില്ല, പക്ഷേ വണ്ടിക്ക് അപകടം ഉണ്ടാകാം, ഡാമേജ് ഉണ്ടാകാം. ഒക്യുപ്പേഷണൽ ഡിസീസ്, അതും ഈ OSH ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. തൊഴിൽപരമായ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു എന്നത് മൂലം ഉണ്ടാകുന്ന അസുഖത്തിനാണ് ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. തൊഴിൽശാലകളിൽ അപകടത്തിനുള്ള സാധ്യതകൾ, കോസസ് ഓഫ് ആക്സിഡൻറ്റ്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് കോസസ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ് ഉണ്ട്. ഡയറക്റ്റ് കോസ് എന്ന് പറയുന്നത് നേരിട്ടുള്ള സാധ്യത. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്: അൺസേഫ് കണ്ടീഷൻ ആൻഡ് അൺസേഫ് ആക്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അതിന് ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് എംപ്ലോയി എന്ന് പറയും, തൊഴിലുടമയ്ക്ക് എംപ്ലോയർ എന്ന് പറയും, അല്ലെങ്കിൽ മാനേജർ. അപ്പോൾ ഒന്നുകിൽ ഈ ജോലി ചെയ്യുന്ന ആളായിരിക്കാം കാരണം, അതല്ലെങ്കിൽ കമ്പനി മാനേജ്മെൻ്റ് ആയിരിക്കാം. അത് തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കോസുകൾക്കാണ് അൺസേഫ് ആക്ട് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കോസിനാണ് അൺസേഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അൺസേഫ് ആക്ട്, സുരക്ഷിതമല്ലാത്ത പ്രവർത്തികൾ എന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒരാൾ. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ അതൊരു അൺസേഫ് ആക്റ്റാണ്. അല്ലെങ്കിൽ ചിലതരം മെഷീനുകൾ, ഉദാഹരണമായിട്ടൊരു ബോയിലർ, ഇതുപോലുള്ള എഞ്ചിനുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് സ്കിൽഡ് ആയിട്ടുള്ള ലേബറാണ്. അത് സഫീഷ്യൻറ്റ് സ്കില്ലില്ലാത്ത ഒരാൾ
സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു മെഷീൻ. അതാണ് സ്റ്റാർട്ടിംഗ് മെഷീൻ വിത്തൗട്ട് അതോറിറ്റി എന്ന് പറയുന്നത്. അതൊരു അൺസേഫ്, സുരക്ഷിതമല്ലാത്ത പ്രവൃത്തിയാണ്. പിന്നെ വാണിംഗ് കൊടുക്കാതിരിക്കുക. അപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന ആൾ ഓൺ അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അപകടം ഉണ്ടാവും. ഇപ്പോൾ ഈ പുതിയ ഗ്യാസോലിൻ ഡ്രിവൺ ആയിട്ടുള്ള വണ്ടികളൊക്കെ തീരെ ശബ്ദം ഉണ്ടാക്കില്ല. അപ്പം ഹോൺ അടിച്ചില്ലെങ്കിൽ ആക്സിഡൻറ്റ് സാധ്യതയുണ്ട്. അതാണ് ഫെയിലിയർ ടു വാൺ എന്ന് പറയും. പിന്നെ ഓവർ സ്പീഡ് പലപ്പോഴും അപകടകാരണമാണല്ലേ. വർക്കിംഗ് അറ്റ് ഹൈ സ്പീഡ്. പിന്നെ റിമൂവൽ ഓഫ് സേഫ്റ്റി ഗാർഡ് റിമൂവ് ചെയ്ത് കളയുക. പിന്നെ സുരക്ഷിതമല്ലാത്ത ടൂൾസ്, യൂസിങ് അൺസേഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാതിരിക്കുക. തൂക്കിയിട്ടിരിക്കുന്ന ഭാരത്തിൻ്റെ താഴെ പോയി നിൽക്കുക. സ്റ്റാൻഡിങ് അണ്ടർ എ സസ്പെൻഡഡ് ലോഡ്. സുരക്ഷിതമല്ലാത്ത പൊസിഷനിൽ നിൽക്കുക. ടേക്കിംഗ് അൺസേഫ് പൊസിഷൻ. പിന്നെ ജോലിയിൽ അശ്രദ്ധനായിരിക്കുക, ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്. പിന്നെ റോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ മതിയായ സുരക്ഷിത മുൻകരുതൽ ഉപയോഗിക്കാതിരിക്കുക. ഇതെല്ലാം തന്നെ അൺസേഫ് ആക്ട്സ്, തൊഴിലാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്സിഡൻറ്റിൻ്റെ കോസുകളാണ്. അൺസേഫ് കണ്ടീഷൻ അത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള PPEകൾ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, നോട്ട് പ്രൊവൈഡിങ് സഫീഷ്യൻറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ റോങ് ഡിസൈൻ. പിന്നെ വേണ്ടത്ര വെളിച്ചമില്ലാതിരിക്കുക, പുവർ ലൈറ്റിംഗ്. ഇൻആഡിക്വേറ്റ് വെന്റിലേഷൻ, ആവശ്യത്തിനുള്ള എയർ സർക്കുലേഷൻ ഇല്ലാണ്ടിരിക്കുക. ഓയിലി ഫ്ലോർ, നിലത്തെല്ലാം എണ്ണ പോലുള്ള സംഗതികൾ ഇപ്പോൾ വെളിച്ചെണ്ണ ഫാക്ടറികളിലൊക്കെ സാധാരണ കാണാറുണ്ട്. പിന്നെ എക്സസീവായിട്ടുള്ള നോയ്സ് ആൻഡ് വൈബ്രേഷൻ. ഇതെല്ലാം തന്നെ അൺസേഫ് കണ്ടീഷൻസാണ്. ഇത് തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും അവോയ്ഡ് ചെയ്യേണ്ട കോസുകളാണ്. ഇപ്പോൾ ഈ തരത്തിലുള്ള 2 തരത്തിൽ. പിന്നെ വേറെണ്ണം, ഇത്രയും ഡയറക്റ്റ് കോസുകളാണ്. അടുത്തത് ഇൻഡയറക്റ്റ് കോസ്. ഇൻഡയറക്റ്റ് കോസിനകത്ത് വരുന്നത് ലാക്ക് ഓഫ് നോളജ് ആൻഡ് സ്കില്ല്, ഫിസിക്കൽ അൺസ്യൂട്ടബിലിറ്റി, ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ആൾ ജോലി ചെയ്യുക, ഇംപ്രോപ്പർ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാം അൺസേഫ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസുകളാണ്. ഇനി അടുത്തത് ഇഞ്ചുറി. ഇഞ്ചുറി ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ ആക്സിഡൻറ്റ്. ഒരു അപകടത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഇഞ്ചുറി. ഇഞ്ചുറി പലതരത്തിലുണ്ട്. ഇപ്പോൾ നേച്ചർ ഓഫ് ഇഞ്ചുറി, ചിലപ്പോൾ മുറിവ് പറ്റാം, കട്ട്സ്. പിന്നെ ക്രഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്സ് സ്ക്വീസ്ഡ് ബിറ്റ്വീൻ ഹെവി ഓബ്ജക്റ്റ്, ഏതെങ്കിലും 2 ഓബ്ജക്ട്സിനിടയ്ക്ക് പെട്ടുപോവുക, അതിനാണ് ക്രഷ് എന്ന് പറയുന്നത്. പിന്നെ ലേസറേഷൻ, മുറിഞ്ഞു പോവുക, ചീന്തി പോകുക എന്ന് പറയുന്നത്. ആസ്ഫിക്സിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഎബിലിറ്റി ടു ബ്രീത്ത്. ഇനി ഈ അപകടത്തിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്? അപ്രോച്ചസ് ടു ആക്സിഡൻറ്റ്, അത് കമ്പനിയുടെ അപ്രോച്ചാണ്. പ്രിവെൻറ്റീവ് ഓർ പ്രോ ആക്റ്റീവ് അപ്രോച്ച്, കറക്റ്റീവ് ഓർ റിയാക്റ്റീവ് അപ്രോച്ച്. പ്രിവെൻറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കുക, പ്രിവെൻറ്റീവ്. റിയാക്റ്റീവ് എന്ന് വെച്ചാൽ അപകടം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നോക്കുക, കറക്റ്റീവ്. ഇതിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് രോഗം ഉണ്ടാകുന്നത് തടയുക. ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ രാജ്യവും ലോകം എമ്പാടും കൊറോണ വൈറസിനെതിരായിട്ടുള്ള മുൻകരുതലുകൾ ഈ സ്ലോഗനാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇപ്പോൾ കോവിഡ് ചികിത്സ വളരെ എക്സ്പെൻസീവാണ്, വളരെ സമയമെടുക്കുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു വാക്സിനോ മെഡിസിനോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കൂടുതൽ ആളുകൾക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് എല്ലാ ഗവൺമെൻറ്റുകളും ലോക്ക്ഡൗണ്, വ്യാപകമായ രീതിയിലുള്ള
എല്ലാ മാധ്യമങ്ങളിലൂടെയും, പത്രമാധ്യമങ്ങളിലൂടെയും, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ, റേഡിയോകളിലൂടെയൊക്കെ ഗവൺമെൻറ് സേഫ്റ്റി പ്രിക്കോഷൻസിനെ പറ്റി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാണാം. അതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ കഴിയുന്നതും മാനേജ്മെൻറ്റുകൾ ചെയ്യുക എന്ന് വെച്ചാൽ അപകടങ്ങൾ അതുണ്ടാകുന്ന ഉറവിടത്തിൽ നിന്ന് തന്നെ പ്രിവെൻറ്റ് ഫ്രം ദ സോഴ്സ്. ഹസാർഡ്സ് ആർ കൺട്രോൾഡ് അറ്റ് ദ സോഴ്സ്. അത് ഉറവിടങ്ങളിൽ നിന്ന് തന്നെ അതിനെ തടഞ്ഞു നിർത്തുക എന്നതാണ്. ഇപ്പം നമുക്കറിയാം ഈ മാലിന്യ സംസ്കരണ പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ നടക്കാറുണ്ട്. അത് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന് പറയുക. ഇപ്പോൾ കൊതുക് നിവാരണ രീതിയിൽ ഇപ്പം ഡെങ്കിപ്പനി പോലുള്ള ഈ മഴക്കാലത്ത് പല പല രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ തടയാൻ വേണ്ടി ഗവൺമെൻറ് മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് തന്നെയാണ് ഈ ആക്സിഡൻറ്റിൻ്റെ കേസിലും കമ്പനികൾ ചെയ്യാറുള്ളത്. അത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തന്നെ തടഞ്ഞു നിർത്തി കളയാം. അതാണ് പ്രിവെൻഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുക, അത് രേഖപ്പെടുത്തി വെക്കുക, പിന്നീട് അത് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ തടയുക. ഇതെല്ലാം പ്രിവെൻറ്റീവ് അപ്രോച്ച് പെട്ടതാണ്. അതേപോലെ തന്നെ തൊഴിലാളിയും തൊഴിലുടമയും ട്രേഡ് യൂണിയനും എല്ലാവരും തന്നെ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സാണ് കമ്പനി എടുത്തിട്ടുള്ളത്. ഒരു സേഫ്റ്റി ഹെൽത്ത് കമ്മിറ്റി ഉണ്ടാവും സാധാരണ ഇതിൽ കമ്പനികളിലെ. തൊഴിലുടമയും തൊഴിലാളിയും ട്രേഡ് യൂണിയനും ചേർന്നിട്ടുള്ള കമ്മിറ്റിയാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള കമ്മിറ്റിയായി. ഇതെല്ലാം തന്നെ കോൺസ്റ്റൻ്റായിട്ട് ഈ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ പ്രോഗ്രാംസിനെ പറ്റി പഠിക്കാനും മോണിറ്റർ ചെയ്യാനുമുള്ള കമ്മിറ്റിയാണ്. ഇനി നമുക്ക് ഹസാർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹസാർഡ്സ് മീൻസ് ചാൻസ് ഫോർ ആക്സിഡൻറ്റ്, അപകടമുണ്ടാകാനുള്ള സാധ്യത, അതായത് അപായം. ഇതിനാണ് ഹസാർഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ്. കെമിക്കൽ ഹസാർഡ്, എർഗണോമിക് ഹസാർഡ്, മെക്കാനിക്കൽ ഹസാർഡ്, ഫാൾസ്, സൈക്കോ സോഷ്യൽ ഹസാർഡ്. ഇതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം. കെമിക്കൽ ഹസാർഡ്, ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്, പെട്രോള്, ഡീസൽ, കറോസിൻ, ഇതൊക്കെ സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്. എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്, എക്സ്പ്ലോസീവ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ സ്ഫോടക വസ്തുക്കൾ, അതാണ് എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത്. പിന്നെ ടോക്സിക്, വിഷപദാർത്ഥങ്ങൾ, സോൾവെൻസ്, ചിലതരം ലിക്വിഡ്സ്, ക്ലീനിങ് കെമിക്കൽസ്. പിന്നെ കൊറോസീവ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതെല്ലാം സാധാരണ രീതിയിൽ ക്ലീനിങ് കെമിക്കൽസിൽ യൂസ് ചെയ്യുന്നതാണ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. എർഗോണോമിക് ഹസാർഡ്സ്. എർഗോണോമിക്സ് മീൻസ് ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് വർക്കിംഗ് എൻവയറോൺമെൻറ്റ്. അതിനാണ് എർഗണോമിക് എന്ന് പറയുന്നത്. അതായത് ഒരു തൊഴിലാളി അയാളുടെ വർക്കിംഗ് എൻവയറോൺമെൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ദ സ്റ്റഡി ഓഫ് മാൻ ആൻഡ് ഹിസ് വർക്കിംഗ് എൻവയറോൺമെൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് എർഗണോമിക്. എർഗണോമിക് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമുക്ക് ഇരിക്കുന്ന ബെഞ്ചുകൾ, ഉപയോഗിക്കുന്ന ഡെസ്കുകൾ, റൈറ്റിംഗ് ടേബിള് അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ പൊസിഷൻ, ഇതെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എർഗണോമിക്സിൻ്റെ ബേസിസിലാണ്. ഒരു ആവറേജ് മാൻ്റെ ഹൈറ്റ്, അപ്പോൾ കൂടുതൽ ആയ രീതിയിലുള്ള ഹാൻഡിൻ്റെ മോഷൻസ് അല്ലെങ്കിൽ മസിൽസിൻ്റെ മോഷൻസ്, കൈ, ഐസ്, ഇതെല്ലാം തന്നെ എർഗണോമിക് ഹസാർഡ്സിൽ വരുന്നതാണ്. മെക്കാനിക്കൽ ഹസാർഡ്സ്. മെക്കാനിക്കൽ ഹസാർഡിൽ വരുന്നത് അൺഗാർഡഡ് മെഷീനറി, നോ ഫെൻസിങ്, മതിയായ വേലി ഇല്ലാതിരിക്കുക, നോ സേഫ്റ്റി ഡിവൈസ്,
ഉദാഹരണത്തിന് പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വിസിൽ, നോ കൺട്രോൾ ഡിവൈസ്, ഇതെല്ലാം മെക്കാനിക്കൽ ഹസാർഡിൽ വരും. സൈക്കോ സോഷ്യൽ ഹസാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഈ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ മാനസികമായിട്ടുള്ള ഹസാർഡുകളാണ്. മാനസികാവസ്ഥ, റോങ് ആറ്റിറ്റ്യൂഡ്, തെറ്റായ രീതിയിലുള്ള സമീപനങ്ങൾ, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, മദ്യപാന ആസക്തി, പുവർ ഡിസിപ്ലിനിൽ ഇൻക്ലൂഡ് ആബ്സെൻറ്റീസം, സ്ഥിരമായിട്ട് പതിവായിട്ട് ജോലിക്ക് വരാതിരിക്കുക, ഡിസ്ഒബീഡിയൻസ്, പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക, അഗ്രസീവ് ബിഹേവിയർ, വളരെ പരുക്കനായിട്ടുള്ള പെരുമാറ്റ രീതികൾ, ആക്സിഡൻറ്റ് പ്രോൺനെസ്, അപകടകരമായ രീതിയിൽ വർക്ക് ചെയ്യാൻ ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും, വയലൻസ്, പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ്, ബയോളജിക്കൽ ഹസാർഡ്സിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ആനിമൽ ഡ്രോപ്പിംഗ്സ്, ബേർഡ് ഡ്രോപ്പിംഗ്സ്, കീടനാശിനി, പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്. പിന്നെ ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ വെന്റിലേഷൻ മീൻസ് എയർ സർക്കുലേഷൻ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രഷ് എയർ കിട്ടാതിരിക്കുക, പിന്നെ എക്സസീവ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ. ഇപ്പോൾ നോയ്സ് മീൻസ് അൺവാണ്ടഡ് സൗണ്ട്, വൈബ്രേഷൻ, പിന്നെ ഇലക്ട്രിസിറ്റി ഹസാർഡിൽ ലൂസ് വയർ, ലൈവ് വയർ, കട്ട് ഓഫ് ഡിവൈസ്, ഫ്യൂസ് വല്ല കട്ട് ഓഫ് ഡിവൈസ് ഇല്ലാണ്ടിരിക്കുക, ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും ഒരുപോലെ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് വെച്ചാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഒരു കൺവേർഷൻ ഫാക്ടർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിനെ കൺവേർട്ട് ചെയ്യുന്നത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇൻറ്റു 1.8 + 32. അപ്പോൾ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് സാധാരണ രീതിയിൽ ഒരു മനുഷ്യരുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നും പറയാറുണ്ട്. പിന്നെ നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. വെള്ളം ഐസ് ആകുന്നത് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഇതിൽ ഹൈ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. തീരെ തണുത്ത, ഇപ്പോൾ കോൾഡ് സ്റ്റോറേജ്, ഫിഷ്, മീറ്റ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന കോൾഡ് സ്റ്റോറേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തീരെ കുറഞ്ഞ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഇത് രണ്ടും ഹസാർഡാണ്. ഇലിമിനേഷൻ മീൻസ് ഗ്ലെയറിങ്, എക്സസീവായിട്ട് ഇലിമിനേഷൻ, ഇതും ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഇതിൽ PPE ഓർത്ത് വെക്കണം. ദ ഫുൾ ഫോം ഓഫ് PPE ഈസ് ഡാഷ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അപ്പം ഈ നമുക്കൊക്കെ അറിയാം PPE കിറ്റുകളെ പറ്റിയൊക്കെ എപ്പോഴും ടി വിയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലേ, PPE കിറ്റ്. അപ്പം ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ എല്ലാം PPE കിറ്റ് നിർബന്ധമാണ്. ഒരു PPE കിറ്റിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഫേസ് മാസ്ക് ഉണ്ടാവും, ഹാൻഡ് ഗ്ലൗസ് ഉണ്ടാവും, ഫുൾ ബോഡി കവർ ചെയ്യുന്ന ഫുൾ ബോഡി സൂട്ട് ഉണ്ടാവും. ഇപ്പോൾ തന്നെ N95 റെസ്പിറേറ്റർ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, N95 മാസ്ക് എന്ന് പറയാം. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രോട്ടോകോൾ, കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള മാസ്കാണ്. ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്നത് ഈ തരം മാസ്കാണ്, N95 മാസ്ക്. N95 എന്ന് വെച്ചാൽ 95% വളരെ മൈക്രോൺ സൈസാണ്. സാധാരണ ഇതിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ സൈസ് മൈക്രോൺ,
ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻⁶, അതായത് 1 മീറ്ററിൻ്റെ 10 ലക്ഷത്തിൽ 1 ഭാഗം. ഇതിനാണ് ഒരു മൈക്രോമീറ്റർ മൈക്രോൺ എന്ന് പറയുന്നത്. ഇതിൽ 0.3 മൈക്രോൺ സൈസിലുള്ള പാർട്ടിക്കിൾസ് 95% തടഞ്ഞു നിർത്തും, മൂക്കിലേക്ക് വരുന്നതിലും തടഞ്ഞു നിർത്തും. അതാണ് N95 റെസ്പിറേറ്റർ എന്ന് അതിന് പറയാം, N95 മാസ്ക്. ഗ്ലൗസ്, ഹാൻഡ് ഗ്ലൗസ് ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ ഹാൻഡ്. പല ടൈപ്പ് ഉണ്ട്. സർജിക്കൽ ഗ്ലൗസ്, ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന സർജിക്കൽ ഗ്ലൗസ്, പിന്നെ ലെതർ ഗ്ലൗസ്, റബ്ബർ ഗ്ലൗസ്, തുണി കൊണ്ടുള്ള ഗ്ലൗസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഹാൻഡ്. PPE ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്, സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ സാധാരണ ലുക്കിംഗ് ഗ്ലാസസ്, അതല്ലെങ്കിൽ ഗോഗിൾസ്. വെൽഡേഴ്സൊക്കെ സ്പാർക്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു തരം ഗ്ലാസ് യൂസ് ചെയ്യും. അതിനാണ് ഗോഗിൾസ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണാം, ഗോഗിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. ഫേസ് മാസ്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫേസ് മാസ്ക് ആൻഡ് റെസ്പിറേറ്റർ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ നോസ് അല്ലേ. ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നോസിനെയും പിന്നെ ലിപ്സ് അല്ലേ, നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ ഡ്രോപ്ലെറ്റ്സ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നത് അല്ലേ. ബോഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കവറോൾ. ബോഡിയുടെ ഫ്രണ്ട് പോർഷൻ മാത്രം കവർ ചെയ്യാനാണെങ്കിൽ ഉപയോഗിക്കുന്നത് ഏപ്രൺസ് ആണ്. ഫുൾ ബോഡി കവർ ചെയ്യാൻ വേണ്ടി ഫുൾ ബോഡി സൂട്ട്. സേഫ്റ്റി ഷൂ, ഇത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലെഗ്സ് അല്ലേ, കാലുകൾക്കാണ് ഫൂട്ട്. സേഫ്റ്റി ഷൂ, ഇത് ഗം ബൂട്ട്. ഇപ്പോൾ സാധാരണ ഈ കാട് വെട്ടാൻ പോകുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കാണാറില്ല. ഗം ബൂട്ട്സ് പാമ്പ് കടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ കാലിൽ മുള്ളു കൊള്ളാതിരിക്കാനൊക്കെ കുറച്ചുകൂടി മുട്ടുവരെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂസാണ്. അതിനാണ് ഗം ബൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ചെവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇയർ പ്ലഗ് അല്ലെങ്കിൽ മഫ്. അത് ഇയർ പ്ലഗ് എക്സസീവായിട്ടുള്ള നോയ്സുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഈ ചുരം കയറി പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ മഫ്സ് ഇടുന്നത് കാണാം. ഈ പ്രഷർ ഡിഫറൻസ് ചെവിയെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഹെഡ്, ഹാർഡ് ഹാറ്റ് ആൻഡ് ഹെൽമെറ്റ്. ഇതിൽ ഹാറ്റ് യൂസ് ചെയ്യുന്നത് മുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഹെൽമെറ്റ് സാധാരണ രീതിയിൽ ഇപ്പോൾ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യണം. അത് ISI മുദ്രയുള്ള ഹെൽമെറ്റ് തന്നെ വേണമെന്നാണ് ഇന്ത്യൻ റോഡ്സ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ISI. ഇനി അടുത്തത് വരുന്നത് ഒക്യുപ്പേഷണൽ ഡിസീസാണ്. ഒക്യുപ്പേഷണൽ ഡിസീസസ് ആക്സിഡൻറ്റുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാണ്. ഇഞ്ചുറി വരാം, പരിക്ക്, അപകടങ്ങൾ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് ഡാമേജ് വരാം. എന്നാൽ ഈ ഡിസീസ് പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ കാലങ്ങളോളം ചിലപ്പോൾ ഈ രോഗ കാരണം അകത്ത് കിടക്കും. ചിലപ്പോൾ ആൾ റിട്ടയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഏറെ കാലത്തിന് ശേഷമായിരിക്കാം ഈ രോഗങ്ങൾ പുറത്തു വരുന്നത്. ഒക്യുപ്പേഷണൽ ഡിസീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു കാരണമല്ല. ഇപ്പം ദീർഘകാലമായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഒരസുഖത്തിനാണ് ഇപ്പം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് CVS എന്ന് പറയും, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നിരന്തരം കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൾട്ടി മീഡിയ ഉപയോഗിച്ചിട്ട് ഹിയറിംഗ് ഐസൈറ്റിനൊക്കെ ഡാമേജ് വന്നു പോകുന്ന കേസുകളുണ്ട്. ഇതാണ് CVS അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് ഇതിന് പറയുക. മറ്റൊരു തരത്തിലുള്ള ഒക്യുപ്പേഷണൽ ഡിസീസാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന ഒരുതരം അസുഖമാണ്. പിന്നെ ചില തരത്തിലുള്ള ശ്വാസകോശ അസുഖങ്ങൾ, ലങ് ഡിസീസ്, ന്യൂമോകോണിയോസിസ്, ഇത് ബോക്സൈറ്റ്, സിലിക്ക തുടങ്ങിയവ സ്ഥിരമായിട്ട് ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അയൺ ഓർ ഖനിത്തൊഴിലാളികൾക്കൊക്കെ ഉണ്ടാകുന്ന ശ്വാസകോശ അസുഖമാണ് ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത്, ന്യൂമോകോണിയോസിസ്. ക്യാൻസർ, മെസോഥെലിയോമ, ഇതൊരു തരത്തിലുള്ള ക്യാൻസറാണ്, മെസോഥെലിയോമ. ആസ്ബെറ്റോസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക്, ആസ്ബെറ്റോസ് ഇൻഡസ്ട്രീസിലെ തൊഴിലാളികൾക്ക് വരാറുള്ള അസുഖമാണ്
ക്യാൻസർ. മറ്റുള്ള രോഗങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആസ്ഫിക്സിയേഷൻ. ആസ്ഫിക്സിയേഷൻ മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ സഫോക്കേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ. ആവശ്യത്തിന് ശുദ്ധവായു കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസം മുട്ടലിനാണ് ആസ്ഫിക്സിയേഷൻ എന്ന് പറയുന്നത്. ഇത് ഡ്രെയിനേജ് പൈപ്പുകൾ അല്ലെങ്കിൽ കിണറുകൾ, ആഴമുള്ള കിണറുകൾ, സ്റ്റോറേജ് ടാങ്കുകൾ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകാം ആസ്ഫിക്സിയേഷൻ. COVID-19 ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഡിസീസാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് സാർസ് എന്നായിരുന്നു ഈ അസുഖത്തിൻ്റെ പേര്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി, ശ്വാസ തടസ്സം, ശ്വാസകോശത്തിനാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്, സിൻഡ്രോം. ഈ ഒരു തരത്തിലുള്ള ന്യൂമോണിയാണ്. ഈ സാർസ് രോഗമാണ് ഇപ്പോൾ COVID-19, കൊറോണ വൈറസ് ഡിസീസ്. 2019 ഡിസംബറിലാണ് ഇത് ചൈനയിൽ ഡെവലപ്പ് ചെയ്ത്, വുഹാനിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം. ഇപ്പോൾ ലോകം മുഴുവൻ പേടിക്കുന്നതാണ്. കൊറോണ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റൊരു അസുഖമാണ് HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി വൈറസ്. പ്രതിരോധശേഷി കുറഞ്ഞു പോകുന്നതാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി വൈറസ്. ഇത് HIV പോസിറ്റീവ്, എയ്ഡ്സ് രോഗികൾക്കാണ് HIV പോസിറ്റീവ് ഉണ്ടാവും അല്ലേ. എയ്ഡ്സ് അക്വയർഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി സിൻഡ്രോം, പ്രതിരോധശേഷി കുറഞ്ഞു പോകുന്ന അസുഖമാണ്. ഇത് ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. HIV, എയ്ഡ്സ്, സാർസ്, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി UN ഏജൻസീസാണ്. യുണൈറ്റഡ് നേഷൻസ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭ എന്ന് പറയും. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭ ഫോം ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് അമേരിക്കയിലെ കാലിഫോർണിയയാണ്. നമ്മുടെ ഒക്യുപ്പേഷണൽ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ILOയും WHO-യുമാണ്. ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഇത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമാണ് 1919 ജനീവ ആസ്ഥാനമായിട്ടാണ് ILO ഫോം ചെയ്യുന്നത്. പിന്നീട് 1945 UNO ഫോം ചെയ്തതിന് ശേഷം 1946 ILOയെ UN ഒരു സ്പെസിഫൈഡ് ഏജൻസി ആയിട്ട് മാറുകയാണ്. അതാണ് ആ ഇയറിലെ ഡിഫറൻസ് നോക്കണം. ILO ശരിക്കും ഫോം ചെയ്തിട്ടുള്ളത് 1919 1919. പക്ഷെ പിന്നീട് 1945 UNO ഫോം ചെയ്തതിന് ശേഷം ഒരു UN 15 സ്പെസിഫൈഡ് ഏജൻസീസ് ഉണ്ട്. ആ 15 സ്പെസിഫൈഡ് ഏജൻസീസിൽ ഒരു ഏജൻസിയായിട്ട് ILOയെ മാറ്റി. അതേപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന WHO എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ കോവിഡ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ കോവിഡ് ബാധിച്ച ആളുകൾ മരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ചികിത്സിക്കുകയാണെങ്കിൽ അത് ആശുപത്രികൾക്ക് ഇന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ വേണം. ആ മാസ്ക് ഇന്ന രീതിയിലായിരിക്കണം. PPE കിറ്റുകളിൽ നിന്ന് സംഗതികൾ ഉണ്ടായിരിക്കണം. ആളുകൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ സംസ്കരിക്കണം. അതിന് കോവിഡ് പ്രോട്ടോക്കോൾ എന്നാണ് പറയുക. ഇതുപോലെ പ്രോട്ടോക്കോൾ മാനദണ്ഡങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതും അത് പബ്ലിഷ് ചെയ്യുന്നതും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന. ഇതേപോലെ മറ്റൊന്നാണ് ILOയുടെ UN-ലുള്ള വേറൊരു ഏജൻസിയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. പിന്നെ IMF കേട്ടിട്ടുണ്ടാവും, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണ്യനിധി, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതേപോലെ മറ്റൊന്നാണ് UNESCO, UN എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, UN എഡ്യൂക്കേഷണൽ ആൻഡ് സയൻറ്റിഫിക്
ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതേപോലെ തന്നെ വേറെയുണ്ട് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് WBG, പിന്നെ യുനിഡോ, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, പിന്നെ സിവിൽ ഏവിയേഷൻ ICAO, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, പിന്നെ കടൽ യാത്രയായിട്ട് ബന്ധപ്പെട്ട് IMO, ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, പിന്നെ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ITU, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ UPU, പിന്നെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ WTO, ഇതുപോലെ പിന്നെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് WMO, ഇതുപോലെ 15 സ്പെസിഫൈഡ് UN ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.